ഫ്രണ്ട്സ് എല്ലാവർക്കും അപ്പോൾ എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. പിരമിഡ് പണിഞ്ഞത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈജിപ്തുകാരാണ് ഇത് പണിഞ്ഞത്. അതും നിങ്ങൾ കരുതിയിട്ടുണ്ടാവും, അതായത് അവർക്ക് പുതിയൊരു വീട് ഇല്ലെങ്കിൽ ബിൽഡിംഗ് വേണമായിരുന്നു, അതുകൊണ്ടായിരിക്കും അവർ പിരമിഡ് പണിതു എന്നതായിരിക്കും നിങ്ങളുടെ മനസ്സിൽ. ചിലവരുടെ മനസ്സിൽ അങ്ങനെയായിരിക്കും, പക്ഷേ അല്ല. പകരം നിങ്ങൾ കേട്ടിട്ടുണ്ടോ ശവപ്പെട്ടി, മരിച്ചുപോയ ആൾക്കാരെ ഇടുന്ന പെട്ടി, ബറി ചെയ്യുന്ന പെട്ടി? ആ ഒരു പെട്ടികളെ സൂക്ഷിച്ച് തകരാതെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് അവർ പണിത ബിൽഡിംഗ് അല്ലെങ്കിൽ ഒരു വീടാണ് പിരമിഡ്സ് എന്ന് പറയുന്നത്. എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്ന? ഇങ്ങനെ ശവപ്പെട്ടികളെയൊക്കെ ബറി ചെയ്ത പെട്ടികളെയൊക്കെ സൂക്ഷിച്ച് വെക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് രണ്ട് ചിന്തകളുണ്ടായിരുന്നു ഈ ഈജിപ്ഷ്യൻസിൽ. അതായത് ആദ്യം അവർ കണ്ടിരുന്നത് ദൈവമാണെന്നാണ്. അതായത് മരിച്ചു പോയവർ ദൈവമാണ്. അങ്ങനത്തെ സംഭവം, അങ്ങനെ പുരാതനമായിട്ടുള്ള സംഭവങ്ങൾ കണ്ടാൽ ഈജിപ്തുകാരപ്പോൾ തന്നെ അത് എടുക്കും. എന്നിട്ട് പുതിയതായിട്ട് കണ്ടത് ആണോ സ്വർണ്ണമാണോ എന്നൊക്കെ നോക്കും. അപ്പം അതുപോലെ അവർക്ക് സ്വർണത്തിൻ്റെ വിലയുള്ള ഒരു സംഭവമായിരുന്നു ഡെഡ് ബോഡീസ്. അപ്പോൾ ഈ ഡെഡ് ബോഡീസിനെ കണ്ടുപിടിച്ചതോടെ അവർ സ്വർണത്തിനെ ദൈവമായി കാണുന്ന പോലെ അവർ എന്ത് ചെയ്തു, ഈ ഡെഡ് ബോഡീസിനെ ദൈവമായി കാണാൻ തുടങ്ങി. ഇങ്ങനെയാണ് ആദ്യത്തെ ചിന്ത. അടുത്ത റീസൺ എന്ന് പറയുന്നത്, ഈ മരിച്ചു പോയാൽ അതിനർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് നമ്മൾ ആത്മാക്കളൊക്കെ പുറത്ത് വരുമല്ലോ നമ്മൾ മരിച്ചു കഴിയുമ്പോൾ. അപ്പം മരിച്ചു കഴിയുമ്പോൾ ശരീരത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന സ്വാതന്ത്ര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും ആ ശരീരത്തിൽ നിന്ന് കിട്ടിയ ആ സ്വാതന്ത്ര്യത്തിന് ഉള്ള വീട് പണിഞ്ഞതുപോലെയാണ് അവർ പിരമിഡുകൾ പറഞ്ഞത്. പിരാമിഡ്. അപ്പോൾ എങ്ങനെയുണ്ട് എൻ്റെ ഇൻഫോർമേഷൻ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? നിങ്ങൾക്ക് ഇത് ഇനിയും കുറേ വീഡിയോസ് കാണണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, എന്നെ ഇൻസ്റ്റാഗ്രാമിൽ സപ്പോർട്ട് ചെയ്യൂ, പിന്നെ കമൻറ്റും ചെയ്യൂ. മാത്രമല്ല കമൻറ്റിൻ്റെ കൂടെ നിങ്ങൾക്കിനി വേറെ എന്തെങ്കിലും സജഷൻസ് പറയാനുണ്ടെങ്കിൽ, വേറെ എന്ത് വീഡിയോ ആണ് ഞാൻ ചെയ്യേണ്ടതെന്ന് താല്പര്യമുള്ളവർക്ക് പറയാനുണ്ടെങ്കിൽ അതും കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് പറയാവുന്നതാണ്. അപ്പോൾ നന്ദി, നമസ്കാരം, ബൈ.